ഇപ്പോൾ 1980 ബിഗിനിങ്ങിൽ ഈ പറഞ്ഞ പോലെ മാറ്റത്തിനൊരു ഒരു വേറെ ലെവലിലേക്ക് മാറി തുടങ്ങിയിരുന്ന കുറേ ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും കാരണമുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹരിഹരൻ, ഇപ്പോൾ എം ടി സാറ്, ഭരതൻ, പത്മരാജൻ, ശ്രീനിവാസൻ, രഞ്ജിത്ത്, കമൽ, പ്രിയദർശൻ, സിബി മലയിൽ, പിന്നെ ഒരുപാട് പേര് ഞാൻ വിട്ടുപോയി. പക്ഷെ ഒരുപാട് നല്ല ഗംഭീര ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം വരുന്നത്. അതിന് തൊട്ട് മുമ്പ് ഈ അതായത് ഇപ്പം ഈ മാറ്റം സംഭവിച്ചില്ല. അതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നത് ക്യാമറ ഡാൻസും ജയൻ്റ് ഇടിയും ബലാത്സംഗവും മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോഴും ഈ പ്രശ്നം ഉണ്ടായിരുന്നു, എന്ത് അശ്ലീലമാണ് മലയാള സിനിമ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നത്. അവിടെ നിന്ന് ഇവർ ഫുൾ മാറ്റിക്കളഞ്ഞ് ഓഡിയൻസിൻ്റെ കൺസെപ്റ്റ് മാറ്റി. ഇപ്പോൾ അന്ന് ഇറങ്ങിയിരുന്ന പടങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അന്ന് മിഥുനം ഒരു ആവറേജ് പടമോ, ഇപ്പം മിഥുനം ഇപ്പോൾ കണ്ട് ഇത് എന്ത് പടമാണത്, ഇത്രയും സ്റ്റാൻഡേർഡുള്ളൊരു പടമായിരുന്നു മിഥുനം. അല്ലെങ്കിൽ ഒരുപാട് പടങ്ങൾ അങ്ങനെ വളരെ ആവറേജ് ആയിട്ട് പോയൊരു കാലഘട്ടം അത്. ആ പടം ഇപ്പോൾ ഇറക്കിയാൽ അത് സൂപ്പർ ഹിറ്റ് ആവും. ആ ലെവലിൽ കുറേ പടങ്ങളുണ്ട്. സോ ആ ഒരു മാറ്റം ഇപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ വരുമ്പോൾ ഈ പറഞ്ഞ ഈ ഒരു പോയിൻ്റ്, അതായത് മലയാള സിനിമയിൽ അശ്ലീലമാണ് അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ സിനിമ ഫുൾ അതാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് മാറി. മലയാളി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഴയതുപോലെയാണോ? മലയാളികൾ ഒരുപാട് മാറി. ഇപ്പോൾ മലയാളികൾ പണ്ട് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്ന പോലെയാണ് ഇപ്പോൾ ഡ്രസ്സ് ചെയ്യുന്നത്. ഇപ്പോൾ വെറ്റില ഫോൺ ഇല്ലാത്ത ആരോ ഉള്ളത്, എല്ലാവർക്കും തൂക്കുന്ന ഫോണായി. ഇല്ലെങ്കിൽ ഇപ്പോൾ ഡ്രസ്സ് ചെയ്യുന്ന സ്റ്റൈല് മാറി, മുടി, ഇതൊക്കെ പണ്ടുണ്ടായിരുന്നതാണ്. പണ്ട് സ്പൈക്കൊക്കെ ആരോട് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാത്തിലും നമ്മൾ മാറുന്നുണ്ട്. മീഡിയയിൽ എന്തെന്ന് ഇപ്പോൾ നല്ലതുള്ളത്, മീഡിയയിൽ ഫുള്ളൊന്നില്ലെങ്കിൽ റേപ്പ് ഉണ്ടാവും, ഇല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ മല പറയ്ക്കണ എന്തെങ്കിലും ഡയലോഗ് ഉണ്ടാവും. എല്ലാത്തിലും നെഗറ്റീവ് എലമെൻറ്റ്സ് ഉണ്ട്, സിനിമയിൽ മാത്രമല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ 3 സിനിമയാണ് ഞാൻ പറയുള്ളൂ, 3-4 സിനിമ മാത്രമാണ് ഈ അശ്ലീലം എന്ന് പറയുന്ന സംഭവമുള്ളത്. ഈ ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറയുന്ന സിനിമ യു സർട്ടിഫിക്കറ്റ് ഇട്ട് വിട്ടതാണ് ഒരു പ്രശ്നം. അത് അതിലായിരുന്നു ഇച്ചിരി ഡയലോഗ്സ് ഉണ്ടായിരുന്നത്. നോർമൽ ഓഡിയൻസിൻ്റെ ഒപ്പിരുന്ന് കാണേണ്ട ഒരു പ്രശ്നം. അത് യു സർട്ടിഫിക്കറ്റ് കൊടുത്തത് സെൻസറാരോട് ചോദിക്കേണ്ട കേസാണ്. രണ്ടാമത് വരുന്നത് പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഹോട്ടൽ കാലിഫോർണിയ, ഈ അനൂപേനയുടെ സിനിമകൾക്കാണല്ലോ ഈ ലേബിളുള്ളത്. ശരിക്കും ആഷിഖ് കപൂറിൻ്റെ സിനിമയ്ക്കില്ല അത്. ആഷിഖ് കപൂറിൻ്റെ ഏത് സിനിമയിലും അശ്ലീലമുള്ളത് ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ ന്യൂ ജനറേഷൻ സമീർ താഹറിൻ്റെ സിനിമയിലും വൃത്തികേടില്ല, ഇല്ലെങ്കിൽ വിനീത് ശ്രീനിവാസിൻ്റെ പടത്തിലില്ല. ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് അനൂപേനയുടെ സിനിമകൾ മാത്രമല്ലല്ലോ. പുള്ളിയുടെ സിനിമകളിൽ അങ്ങനെ ഒരു സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അങ്ങനെയുള്ളവർ കണ്ടോട്ടെ. ഇപ്പോൾ അത് ഈ യു സർട്ടിഫിക്കറ്റിൻ്റെ ഒരു പ്രശ്നം വന്നുകൊണ്ട് മാത്രമാണ് ശരിക്കും ഈ അശ്ലീലത്തിലേക്ക് പോയത്. ഫാമിലിയായിട്ട് എന്തിനാണ് കാണാൻ പോണത്? അങ്ങനെ കുറേ പേർക്ക് പണി കിട്ടിയോണ്ടാണ് ഈ പ്രശ്നം മീഡിയ പൊക്കി ഇത്രയാക്കിയത്. സോ നല്ല സിനിമകളുണ്ട്, നല്ല സിനിമയ്ക്ക് വേണ്ടിയാണ് മലയാള സിനിമ മാറിയിരിക്കുന്നത്. ഈ ഒരു 3-4 സിനിമ വെച്ചിട്ട് മലയാള സിനിമ തരം താഴ്ന്നു പോയെന്ന് പറയുന്ന കുറേ ആൾക്കാരോട് എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല. എന്നെ ഒരുപാട് വിദേശ സിനിമകൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഒരുപാട് വിദേശ സിനിമകൾ കാണാറുണ്ട്. കാരണം അവിടെയാണ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ അപ്ഗ്രേഡേഷൻ എവിടെ നടക്കുന്നത്? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മലയാള സിനിമ മാറുന്നില്ല എന്ന കാലഘട്ടത്തിൽ ഞാൻ മലയാള സിനിമ കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ എല്ലാ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസ്പയർ ആവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, അക്കിര കുറോസാവയുടെ ഒരു പടം യോജിംബോ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ആ പടം പുള്ളിയുടെ അടുത്ത് പറയാതെ സെർജിയോ ലിയോൺ എന്ന് പറഞ്ഞൊരു ഡയറക്ടറുണ്ട്, സിറ്റി ഓഫ് ഗുഡ് ബാഡ് ആൻഡ് ഗ്ലി ഡയറക്റ്റ് ചെയ്ത ഡയറക്ടർ. പുള്ളിയുടെ അടുത്ത് റൈറ്റ്സും വാങ്ങാതെ പുള്ളിയുടെ അടുത്തും പറയാതെ ഒരു പടം എടുത്തു, ഫിസ്റ്റ് ഫുൾ ഓഫ് ഡോളേഴ്സ് എന്ന് പറഞ്ഞിട്ട്. യോജിംബോ കോപ്പി അടിച്ച് പുള്ളി എടുത്തത്. യോജിംബോയിൽ വാളാണ്, അതിൻ്റെ അകത്ത് ഗണ്ണാണ്. ക്ലിൻ്റ് ഈസ്റ്റ്വുഡാണ് നായകൻ. പടം ഇറങ്ങി, പടം സൂപ്പർ ഹിറ്റ്. കുർസോവ് ഇത് കണ്ടിട്ട് ഇത് എൻ്റെ പടമുള്ളൂ എന്നും പറഞ്ഞ് കുർസോവ ബഹളം ഉണ്ടാക്കിയതിന് ശേഷമാണ് റൈറ്റ്സും കാശൊക്കെ കൊടുത്തത്. കുർസോവ എന്ന് പറയുന്ന വലിയ ഡയറക്ടർ സത്യജിത് റായുടെ വലിയ ഫാനാണ്. സത്യജിത് റായ് നോവൽസിൻ്റെ ഫാനാണ്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് തുടങ്ങണേ? ഇത് നമ്മളീ പറയുന്ന കുർസോവ സത്യജിത് റായുടെ ഫാനാണെങ്കിൽ ഇന്ത്യയിൽ നിന്നല്ലേ ഇത് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട് ഇൻസ്പയർഡാണ്. ഈ പറഞ്ഞ പോലെ ക്വെൻറ്റിൻ ടാരന്റീനോയുടെ കോട്ട് ഞാൻ പടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡയറക്ടർ, ഭയങ്കരമായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഡയറക്ടറാണ്. പുള്ളിയുടെ കിൽ ബിൽ എന്ന് പറഞ്ഞ ഫിലിമിൽ പുള്ളി ഉപയോഗിച്ചിരിക്കുന്ന ഒരു കാർട്ടൂൺ സീക്വൻസ് ഉണ്ട്.
ആ കാർട്ടൂൺ സീക്വൻസ് പുള്ളി ആളവന്ത എന്ന് പറഞ്ഞാൽ കമലഹാസൻ്റെ ഫിലിമിൽ നിന്ന് ഇൻസ്പയറായി ചെയ്തിരിക്കുന്നതാണ് എന്ന് പുള്ളി ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് കമലഹാസനെ കണ്ട് ഇൻസ്പയർഡ് ആവണമെന്നുണ്ടെങ്കിൽ എനിക്കെന്താ പുള്ളിനെ കണ്ട് ഇൻസ്പയർഡ് ആയിക്കൂടെ? എന്താ അവർക്ക് മാത്രം ആകുമ്പോൾ ഇൻസ്പിറേഷൻ, അല്ലെങ്കിൽ നമുക്ക് മാത്രം ആകുമ്പോൾ ഇൻസ്പിറേഷൻ, അവർക്കും ആവാം. സോ ഇതിൽ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നല്ല സിനിമകളോട് മാത്രമേ ഉള്ളൂ. നല്ല സിനിമയ്ക്ക് വേണ്ടി ഇൻസ്പയർഡ് ആവുന്നതിൽ എനിക്കൊരു തെറ്റും കാണുന്നില്ല. ഇതേപോലത്തെ വേറൊരു കാര്യമുണ്ട്, ഇത് ആർക്കും അറിയാൻ, എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. മഹാനദി എന്ന് പറഞ്ഞ ഫിലിമിൽ നിന്നാണ് ടേക്കൺ എന്ന് പറഞ്ഞ ഫിലിം എടുത്തിരിക്കുന്നത്. അതാർക്കെങ്കിലും അറിയോ? ടേക്കൺ എന്ന് പറഞ്ഞ സിനിമ മഹാനദി എന്ന് പറഞ്ഞ ഫിലിമിൻ്റെ വേറൊരു വേർഷനാണെന്ന് ആ ഡയറക്ടർ തന്നെ ബാലുമഹേന്ദ്രനോട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ഇൻസ്പിറേഷൻസ് അവരും എടുക്കാറുണ്ട്. സോ സിനിമയുടെ നല്ലതിന് വേണ്ടിയാണെങ്കിൽ ഇൻസ്പിറേഷൻ ആവണമെങ്കിൽ ഒരു കുഴപ്പമില്ല. അത് അങ്ങനെ തന്നെ പകർത്തി വയ്ക്കുന്നതിലൂടെ എനിക്ക് വലിയ താല്പര്യമില്ല. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വന്നവനും മോണവനൊക്കെ അഭിപ്രായം പറയാം. അതിൽ അഭിപ്രായം ആർക്കും പറയാം. അത് നമ്മൾ സ്വീകരിക്കണം വേണ്ടിയെന്നുള്ളത് നമ്മൾ എടുക്കണം. എനിക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കിയ കുറേ കമൻസ് ഉണ്ട്. ഇപ്പോൾ ചില ഫേസ്ബുക്ക് പ്രൊഫൈലുകളിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നെഴുതാം. അശ്ലീലമായ ഭാഷ ഉപയോഗിച്ചെഴുതുന്നവർ ഒരുപാട് പേരുണ്ട്. അത് ഓരോരുത്തരുടെ കൾച്ചറാണ്. ഞാനെങ്ങനെ ഇപ്പോൾ എനിക്ക് എന്നെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അതേപോലെ ഇപ്പോൾ തെറി പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യണവർക്ക് അവരുടെ ആഗ്രഹം ഉണ്ടാവുമായിരിക്കും. ഞാൻ ഒരു വൃത്തികെട്ടവനാണ് എന്ന് തെളിയിക്കാൻ ആഗ്രഹം ഉണ്ടാവുമായിരിക്കും. ഇതുപോലെ സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരു സ്ഥലമാണ് ഫേസ്ബുക്ക്. എൻ്റെ എല്ലാ സിനിമേൻ്റെ അവസാനത്തെ സിനിമയായിട്ട് ഞാൻ കാണുന്നത്. ഞാൻ ഈ അടുത്ത പടം ചെയ്തില്ലെങ്കിൽ ഞാൻ ചത്തുപോകും. ഈ പടത്തിൽ ഞാൻ വിത്ത്സ്റ്റാൻഡ് ചെയ്തില്ലെങ്കിൽ, ഈ പടത്തിൽ ഞാൻ എന്നെ പ്രൂവ് ചെയ്തില്ലെങ്കിൽ ഞാൻ മരിക്കും. എൻ്റെ മാനം കപ്പലേറും. അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത എൻ്റെ സകല കഴിവും വെറുതെ ആൾക്കാർ തെറി പറഞ്ഞ് തീർക്കും എന്നുള്ളൊരു പേടിയോടുകൂടിയാണ് ഞാൻ ഓരോ പടം തുടങ്ങുന്നത്. അതേപോലെ തന്നെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും ഫസ്റ്റ്, ഇപ്പോൾ അടുത്ത പടം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയാൻ പോകുന്ന ഫസ്റ്റ് ഞാൻ എല്ലാവരുടെ അടുത്തും ഇപ്പോഴേ വിളിച്ച് പറഞ്ഞു. ഫ്രണ്ട്സിൻ്റെ അടുത്ത് രാവിലെ ഞാനൊരു കാര്യം പറയും. അത് കേട്ടുകൊണ്ടായിരിക്കും നമ്മളെല്ലാവരും വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. പടം തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ ദിവസം ഇത് എൻ്റെ ആദ്യത്തെ പടമാണ് എന്ന് എല്ലാവരും ഉരുവിട്ടുകൊണ്ട് വേണം പടം തുടങ്ങാൻ. ആ പേടി വേണം. പേടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം വെറുതെയാണ്. പിന്നെ നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്ന ആൾക്കാരാണ്. എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുന്നൊരു ക്രൂ ആണ്. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന ചുമതല എന്ന് പറയുന്നത് സിമ്പിൾ ചുമതലയല്ല. ഇത്രയും കോടികളായിട്ടുള്ള ആൾക്കാരെ ചിരിപ്പിക്കുക അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞത് പറയാൻ ഭയങ്കര എളുപ്പമാണ്, ഉണ്ടാക്കുക എന്നുള്ളത്. നല്ല രീതിയിൽ വർക്ക് ചെയ്തോളണം. സോ എൻ്റെ എല്ലാ പടവും എൻ്റെ അവസാനത്തെ പടമാണ്. എൻ്റെ എല്ലാ പടവും എൻ്റെ ആദ്യത്തെ പടമാണ്.